തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുമ്പോൾ സയ്യിദുന എന്ന് ചേർക്കാമോ? അഭിപ്രായ വ്യത്യാസമേ ഈ വിഷയത്തിൽ ഇല്ല. ചേർക്കാം. എന്നാൽ ഈ വിഷയത്തിൽ ഇബ്നു ബാസിന്റെ സമീപനം എന്താണ്? അദ്ദേഹത്തോട് ചോദ്യം വന്നു, സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുന എന്ന് ചേർക്കാമോ? തിരുനബി സയ്യിദുന എന്ന വിശേഷത്തിന് അർഹനാണോ? അബ്ദുൽ അസീസ് ഇബ്നു ബാസ് അദ്ദേഹത്തിന്റെ മറുപടി, അബ്ദുൽ അസീസ് ഇബ്നു ബാസിന്റെ പ്രയോഗം അദ്ദേഹം ശബ്ദിച്ചത് ഇന്നും നമ്മുടെ കയ്യിലുണ്ട്, നെറ്റിലൊക്കെ പോയാൽ കിട്ടും. അദ്ദേഹം പറയുന്നു, ഇത്ലാഖു ലഫ്ളി സയ്യിദിന അലൻ നബിയ്യി ഹഖ്ഖുൻ. സയ്യിദുന എന്ന ആദരപ്രയോഗം തിരുനബിയുടെ പേരിൽ ഉപയോഗിക്കുന്നത്, പൊതുവായി പ്രയോഗിക്കുന്നത് ഹഖ്ഖുൻ, സത്യമാണത്, ന്യായമാണ്. ഇത്ര നല്ല വാക്കാണ്. ലിഅന്നഹു സയ്യിദു വലദി ആദം. കാരണം അവിടുന്ന് ആദം സന്തതികളുടെ മുഴുവൻ സയ്യിദാണ്, നേതാവാണ്. ആദം സന്തതികളൊക്കെ അത് സമ്മതിക്കും. ഇത് ഇബ്നു ബാസിന്റെ ഉദ്ധരണിയാണ്. വഖദ് സബത അൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സ്ഥിരീകരിക്കപ്പെട്ടതാണ്, അന സയ്യിദു വലദി ആദം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫഇദാ ഖാല റജുലു ഫീ ഹഖ്ഖിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുൽ അസീസ് ഇബ്നു ബാസിന്റെ ഫത്വ, തിരുനബിയുടെ ഹഖ്ഖിൽ ആരെങ്കിലും പറഞ്ഞാൽ സയ്യിദുനാ മുഹമ്മദുൻ എന്ന് പറഞ്ഞാൽ, ഉദാഹരണം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്ന് പറഞ്ഞാൽ, ഫലാ ബഅസ ബിഹാദാ, ഇതുകൊണ്ട് ഒരു വിരോധവും ഇല്ല.